ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ്. ഇന്ന് നമ്മൾ ക്ലൈഡൂട്ടിൻ്റെ ഒരു ദിവസത്തെ ഫുഡാണ് കാണിക്കാൻ പോകുന്നത് അല്ലേ? ക്ലൈഡൂട്ടൻ ഒരു ദിവസം എന്തൊക്കെ ഫുഡാണ് കഴിക്കണേന്ന് ഇന്ന് ക്ലൈഡൂട്ടൻ കാണിച്ചു തരും. എന്നിട്ട് ക്ലൈഡൂട്ടൻ മിടുക്കനായിട്ട് ഫുഡും കഴിക്കും അല്ലേ മോന? നോക്കേ നോക്ക്. ഹായ് പറഞ്ഞേ. ഹായ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അത്ര പന്തിയിലല്ല ഇരിക്കുന്നത്. ഒരു ഹായ് പറയടി. പറഞ്ഞൊന്ന് ജിജി കാണിച്ചെന്നാ. ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈഡൂട്ടൻ ഇപ്പോൾ ഒരു 8 months ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം അവൻ എന്തൊക്കെ ഫുഡാണ് കൊടുക്കണമെന്നുള്ളതാണ്. ഇവനൊരു 6+ month ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമായിരുന്നു, ഇങ്ങനെ എന്ത് ഫുഡാണ് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്തൊക്കെ കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഈ പിള്ളേരുടെ കുഞ്ഞു വയറാണ്, അത് നിറയ്ക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെയല്ല, ഇപ്പം അവർ നന്നായിട്ട് അവരുടെ ആ ഒരു ഹെൽത്തി ഫുഡ് കൊടുക്കേണ്ട സമയമാണ്. അപ്പം ഞാൻ അവന് കുറച്ച് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം അവന് രാവിലെ എണീക്കുമ്പം തൊട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ളൊരു ഫുഡ് റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളൊരു ന്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമൊന്നും ഇവനൊന്നും കൊടുക്കുമ്പം കഴിക്കുന്നില്ലായിരുന്നു. ഒരു 6+ ഒക്കെ മന്ത് ആയപ്പോൾ കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷെ അവന് ചില ഫുഡൊന്നും അവന് ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കുമ്പോൾ അവന് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ അതിന് ഇവന് ടേസ്റ്റിൽ കൊടുക്കാനായിട്ട് ഞാൻ തന്നെ 1-2 പൊടിക്കൈകളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും ഫുഡ് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം ഞാൻ ഇതിനകത്ത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ, എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. സാധാരണ ക്ലൈഡൂട്ടന് ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുണ്ട്. മിക്ക ദിവസം ഇതുപോലെ ഏത്തയ്ക്ക കുറുക്കായിരിക്കും കൊടുക്കുന്നത്. ഇതുപോലെ അധികം പഴുക്കാത്ത ഏത്തയ്ക്ക ഞാൻ വാങ്ങിച്ചു വെക്കും കേട്ടോ. അവന് ഒത്തിരി പഴുത്ത് പോയാൽ ഇഷ്ടമില്ല. അതിൽ കുറച്ച് ഏകദേശം ഒരു കറക്റ്റ് പഴുവായ ഒരെണ്ണം ഞാൻ ഇതുപോലെ എടുത്ത് അറ്റം രണ്ടും കണ്ടിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഒരെണ്ണമൊക്കെ ആയിട്ടാകുമ്പോൾ ഞാൻ ഇതുപോലെ പുട്ടൂറ്റിക്കകത്താണ് കേട്ടോ പുഴുങ്ങുന്നത്. ഇതെങ്ങനെ വേണമെങ്കിലും എടുക്കുക. ഇതാകുമ്പോൾ കുറച്ച് സമയം വെക്കേണ്ടി വരും, എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടുവേ. പിന്നെ ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഇത് കളഞ്ഞിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പം ഇത് ജസ്റ്റ് ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ ആ ഒരു നാര് പോലത്തെ സാധനമില്ലേ, അത് പിള്ളേർക്ക് കൊടുത്താൽ പെട്ടെന്ന് ദഹിക്കുകയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതെടുത്ത് ഒഴിവാക്കിയിട്ടാണ് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ സാധാരണ ഈ ഏത്തയ്ക്കാക്കുറുക്ക് ഇവന് 2 രീതിയിൽ കൊടുക്കാറുണ്ട്. ഒന്നാമത്തേത് ഇങ്ങനെയാണ്, കുറച്ച് നെയ്യ് എടുക്കുക കേട്ടോ. ഏറ്റവും നല്ലത് ഒറിജിനലായിട്ടുള്ള നെയ്യ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് മാത്രമേ എടുക്കാവുള്ളേ. എന്നിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിൽ ഇതുപോലെ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒരു 1 മിനിറ്റോ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരും. അപ്പോൾ ഇത് കുറച്ച് വേകാനുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഈ ഏത്തയ്ക്ക. അപ്പം ഞാൻ കുറച്ചുകൂടെ അതിനകത്ത് വെള്ളം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കുമല്ലോ ദഹിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്നാറി കഴിയുമ്പോഴത്തേലും ഇതുപോലെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാവേ. ഒരുപാട് തിക്കുമായിട്ട് എടുക്കരുത്, ഒരുപാട് ലൂസുമായിട്ട് എടുക്കരുത്. ക്ലൈഡൂട്ടന് ഒരുപാട് വെള്ളം പോലെയും പറ്റില്ല, ഒരുപാട് തിക്കും ആക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പൊതുവേ ഇവന് ഈ ഏത്തയ്ക്കാക്കുറുക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാനിത് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് പൊയ്ക്കോട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ കൊണ്ടു നടന്ന് കുറേ സമയം എടുത്താണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് വേവിച്ച് ഫോർമുല മിൽക്ക് ചേർത്ത് അരച്ച് പേസ്റ്റാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, അതും അവൻ കഴിക്കാറുണ്ട്. പിന്നെ അവനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ചെറിയൊരു സ്നാക്ക് പോലെ കൊടുക്കുവേ. ഇതിനിടയ്ക്ക് ഞാൻ അവനെ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ഫീഡ് ചെയ്യാനും മറക്കരുത് ആ സമയത്ത്. അപ്പോൾ ഫീഡ് ചെയ്യാറുണ്ട് ഞാൻ ഇടയ്ക്ക്. പിന്നെ ആപ്പിൾ പ്യൂരിയാണ് കേട്ടോ, ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. മിക്കപ്പോഴും ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇവന് ഇഷ്ടമാണ് കേട്ടോ. ഇത് ആപ്പിൾ പ്യൂരി, ഇത് ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അധിക ദിവസം ആയിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ. അത് കാരണം ക്ലൈഡൂട്ടൻ ഇതിനോട് ഇഷ്ടപ്പെട്ട് വരുന്നതേ ഉള്ളേ. ആദ്യം ഇതുപോലെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആപ്പിൾ പ്യൂരി ഉണ്ടാക്കാനായിട്ട്. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്
ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം എടുത്ത് അതിൻ്റെ ഗുണം മൊത്തം ആ വെള്ളം നമ്മൾ കളയുമ്പോൾ അതിൻ്റെ അകത്തങ്ങ് പോവും. ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് വേകാൻ വേണ്ടി മാത്രം വെള്ളം എടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാം അത് നന്നായിട്ട് വെന്തോ ഇല്ലയോ എന്ന് അപ്പം മനസ്സിലാവും. എന്നിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് ഒരു പ്യൂരി പോലെ ആക്കുക കേട്ടോ. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിത് എടുത്തപ്പം കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആ വെള്ളം കൂടെ കളയാണ്ട് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വേണം ക്യാരറ്റ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബനാന ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കേട്ടോ, പ്യൂരി ആക്കിയിട്ട്. ഇത് കുറച്ച് വെള്ളം പോലെ, ഒത്തിരി വെള്ളമായി പോവല്ലേ. ഞാനിപ്പോൾ എടുത്തപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ കുറച്ചൊരു ലൂസ് പോലെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒത്തിരി തിക്കല്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഞാൻ അവന് കൊടുക്കാറുണ്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും. ഇതൊക്കെ കഴിപ്പിക്കലാണ് പാട്. ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം. ഞാൻ വോക്കർ വാങ്ങിയത് തന്നെ ഇവനെ ഇങ്ങനെ എടുത്തോണ്ട് നടന്ന് ഫുഡ് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. കാരണം അവൻ എപ്പോഴും ഇങ്ങനെ കയ്യിലൊക്കെ ഇരുന്നാൽ മിറിച്ച് നടക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ ഇതിൽ വെച്ച് കുറേ നേരം നടക്കുകയൊക്കെ ചെയ്ത് അവനങ്ങനെ നടക്കാറൊന്നും ആയിട്ടില്ല. കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് കഴിച്ചോളൂ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വോക്കർ വാങ്ങിയത്. പക്ഷേ പുള്ളി ഇതിലും അധിക നേരം ഇരിക്കാറില്ല. പിന്നെ ഒരു 1:30 ആകുമ്പോഴത്തേനും ഇത് സൂചി ഗോതമ്പെന്ന് തന്നെയാണെന്ന് തോന്നുന്നു എല്ലായിടത്തും പറയുന്നത്, നുറുക്ക് ഗോതമ്പെന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തിടണം കേട്ടോ. കുറേ നേരം കുതിർത്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു പുളി വരും കേട്ടോ, ഒരു മണമൊക്കെ വരും. പിന്നെ അത് കൊള്ളത്തില്ല കേട്ടോ. ഓൾറെഡി ഞാൻ കഴുകി ഒരു 2-3 തവണ കഴുകിയിട്ടാണ് ഇടുന്നത്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ കഴുകി എടുക്കുവേ. എന്നിട്ട് ഇതിലേക്ക് പനങ്കൽക്കണ്ടമില്ലേ, പനങ്കൽക്കണ്ടാണ്. വേറെ ഞാൻ പഞ്ചസാര, തേൻ അതൊന്നും ആഡ് ചെയ്യാറില്ല. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ചേറെ പനങ്കൽക്കണ്ട ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇത് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ള തുണി, കോട്ടൺ തുണിയിലൊക്കെ അരിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇതുപോലെ ഒരു അരിപ്പിക്കകത്ത് സുഖമാണ് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് അരിച്ച് കഴിയുമ്പം ഞാൻ രണ്ടാമത് കുറച്ച് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് രണ്ടാമത് ഒന്നും കൂടി ഇങ്ങനെ അരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുവേ. ഇതിപ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഞാനിപ്പം കുറച്ച് 2 നേരത്തേനുള്ളതാണ് എടുത്തേക്കുന്നത്. എപ്പോഴും അരയ്ക്കണ്ടല്ലോ. അപ്പം ഞാൻ ഈ 2 നേരത്തേന് എടുക്കുന്നത് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചീത്തയായി ഇപ്പോൾ ഒരു വെള്ളം പോലെ ഇങ്ങനെ ആയിപ്പോവും. അത് നമ്മൾ കുറുക്കി വരുമ്പോഴത്തേനാണെങ്കിലും ഒരു പുളിപ്പൊക്കെ വരും. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇതുപോലെ കുറുക്കി എടുക്കുവേ. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഓൾറെഡി രാവിലെ ഏത്തയ്ക്ക കുറുക്കിൽ നെയ്യ് ഒഴിച്ചുകൊണ്ട് ഇതിൽ നെയ്യ് ആഡ് ചെയ്യുന്നില്ല. എപ്പോഴും നെയ്യ് കൊടുത്താലും പിള്ളേർക്ക് ജലദോഷം അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഇത് ഈ ഒരു പരുവാണ് കേട്ടോ. ഒത്തിരി അങ്ങ് തിക്കും ആകരുത്, ഒത്തിരി ലൂസും ആകില്ല. എന്നാൽ ഒരുപാട് ലൂസാക്കി കൊടുത്താൽ പിള്ളേർക്ക് അത് കുറുക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ ഗുണമില്ലെന്നാണ് പറയുന്നത്. അതുങ്ങളുടെയൊക്കെ വെയിറ്റ് ഒന്നും വെക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പം ഞാനിത് ഒരു മീഡിയം തിക്നെസ്സിലാണ് കൊടുക്കുന്നത്. കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തും കൊണ്ട് നടന്നുമൊക്കെയാണ് കുറുക്ക് കഴിക്കുന്നത്. ഇതിൽ ലൈഡൂട്ടൻ കുറച്ചെങ്കിലും ഇഷ്ടത്തോടെ കഴിക്കുന്നത് ഈ ഒരു സൂചി ഗോതമ്പിൻ്റെ കുറുക്കാണ് കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കും. ചില സമയത്ത് ഇതിനും മടിയാണ്. പിന്നെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേനും ഞാൻ അടുത്ത ഫുഡ് കൊടുക്കും. ഇത് റാഗി, പഞ്ഞിപ്പുല്ലെന്നൊക്കെ പറയുമല്ലേ, ആ സാധനമാണ്. റാഗി കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് പിള്ളേർക്ക്. ഇതിനകത്ത് ഒരുപാട് കാൽസ്യം അയണൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാം പിള്ളേർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റാഗിയും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടാകും കുറേ നേരം. ഒരു 6-7 മണിക്കൂർ ഓൾറെഡി നമ്മളിങ്ങനെ സോക്ക് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ മുമ്പേ കാണിച്ച അതേ പ്രോസസ്സ് ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്തെടുത്ത് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് കളയുക. പൊടിയായിട്ടും കിട്ടും. പക്ഷെ പൊടി വാങ്ങിച്ച് കുറുക്കുന്നതിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ പാലാക്കി അരിച്ചെടുത്ത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ഇച്ചിരി ലേശം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ലൈഡൂട്ടന് നെയ്യുടെ ഒരു ടേസ്റ്റ് വലിയ കുഴപ്പമില്ല, അവന് കഴിച്ചോളും. അപ്പോൾ നെയ്യും കൂടെ ആഡ് ചെയ്ത് ഇതുപോലൊരു ഫോമിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഇതും ഒരുപാട് ലൂസും ആക്കുന്നില്ല, ഒരുപാട് തിക്കും ആക്കുന്നില്ല, ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു ബോട്ടിലാട്ടോ കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നേരത്തെ ഇവന് ഞാൻ ഒരു പാത്രത്തിൽ കോരി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് കമരാനും ജസ്റ്റ് പിടിച്ചിരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേനും അവൻ കൈകൊണ്ട് തട്ടിക്കളയും. അത് കാരണം ഞാൻ ഇതുപോലൊരു ബോട്ടിൽ വാങ്ങിയതാണ്.
വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പം കണ്ടില്ലേ ക്വാണ്ടിറ്റി കുറച്ചാണ് കൊടുക്കുന്നത്, അത് കാരണമാണ് ഈ ഒരു 3-4 തവണയായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും ഞാൻ രാവിലെ സൂചി ഗോതമ്പ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ കുറുക്കി കൊടുക്കട്ടെ. ഇതിൽ നെയ്യൊന്നും ആഡ് ചെയ്യത്തില്ല. ഞാനൊരു ദിവസം 1 അല്ലെ 2 തവണ, മാക്സിമം 2 തവണ, അതിൽ കൂടുതൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. കാരണം ഒരുപാട് നെയ്യ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇവനും വയറ്റിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയും വയറുവേദനയൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ 1 തവണ അല്ലെ 2 തവണ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളേ. ഇതും ഈ വോക്കർ വന്നുകൊണ്ട് എനിക്ക് കുറച്ച് ഭാരം. ഓരോ തവണ ഞാനിവന് ഇതുപോലെ കുറുക്ക് എന്തെങ്കിലും ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴും വെള്ളം കൊടുക്കാറുണ്ട്. ഇതുപോലെ തിളപ്പിച്ചാറി കുറച്ച് വെള്ളം വെച്ചേക്കും. പിന്നെ ഞാൻ കുറുക്കൊക്കെ കുക്ക് ചെയ്യുന്നത് തിളപ്പിച്ചാറി വെച്ചേക്കുന്ന വെള്ളത്തിലാണ്, അല്ലാതെ നോർമൽ പച്ചവെള്ളമൊന്നും എടുക്കാറില്ല. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളവും എടുത്ത് കൊടുക്കാറുണ്ട്. മിക്കവാറും ദിവസം ഞാൻ ക്ലൈഡുട്ടന് ഈ ഒരു ഫുഡൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇതിലൊരു ചേഞ്ചസ് വരുത്താറുണ്ട്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഒന്നുകിൽ മറ്റേ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടെ വേവിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. റവയിൽ കുറുക്കാക്കി കൊടുക്കാറുണ്ട്, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ട അവലില്ലേ, ചുവന്ന അവൽ, അത് കൊടുക്കാറുണ്ട്. ഇവന് ചോറ് തിന്നാൻ കുറച്ച് മടിയാണ്, കാരണം ഇവന് ചോറ് അധികം കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ മട്ടയല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് ഓർത്തിന്. ഇപ്പം ചോറും പതിയെ എങ്ങനെയൊക്കെ കൊടുത്തു തുടങ്ങണം. പിന്നെ നമ്മുടെ ക്ലൈഡുട്ടൻ ഇപ്പം ഞാൻ ഈ ഒരു ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അവൻ ഏതാണ്ട് ഒരു 8 മന്ത്സ് കംപ്ലീറ്റ് ആയി, 9 മന്ത് സ്റ്റാർട്ടിങ് ആകാൻ പോവാണ്. അപ്പോൾ അതുവരെ ഞാനിത് കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ നമുക്ക് പുറത്തൊക്കെ പോകാൻ നേരത്ത് എങ്ങോട്ടേലൊക്കെ പോകുമ്പം ഈ കുറുക്ക്, സൂചി ഗോതമ്പ്, പഞ്ഞിപ്പുല്ല് അതൊക്കെ എടുത്തിട്ട് പോയാൽ ഒന്നെങ്കിൽ അത് സൂചി ഗോതമ്പാണ് വെള്ളമായി പോകും, മറ്റേ പഞ്ഞിപ്പുല്ല് റാഗി കട്ട പിടിച്ചൊക്കെ പോകും. അപ്പോൾ അത് ചീത്തയാകും. അത് കാരണം അതങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുക്കാറുണ്ട്. ഇതും അവൻ ഇങ്ങനെ കൊടുത്താലൊന്നും കഴിക്കില്ല. കുറച്ച് ചൂടുവെള്ളത്തിൽ അലിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം അലുത്ത് പോകില്ല, ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ടൊന്ന് കുതിർത്ത് കൊടുക്കും. അപ്പോൾ അവന് കുറച്ചൊക്കെ കഴിച്ചോളും. പിന്നെ ഞാനിത് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സെർലാക്ക് ഞാൻ അവനെ കൊടുക്കുന്നില്ല. കാരണം സെർലാക്ക് അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഒരു തവണ ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആൾക്കാർ നല്ലതാണെന്നും ചീത്തയാണെന്നും പറഞ്ഞു. പക്ഷേ അതോടെ അവന് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു കേട്ടോ സെർലാക്ക്. ഇപ്പം പിന്നെ ഈ ആരോഗ്യത്തിൻ്റെ ബിസ്ക്കറ്റ് പുറത്ത് പോകുമ്പോൾ മാത്രം കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു 2-3 എണ്ണമൊക്കെ അലിപ്പിച്ച് കൊടുക്കാറുണ്ട്, ചിലപ്പോഴേ കഴിക്കാറുള്ളൂ. പിന്നെ ഇവൻ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പിള്ളേർ കുറുക്കൊന്നും കഴിക്കണില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന ഈ പഞ്ഞിപ്പുല്ല്, സൂചി ഗോതമ്പൊക്കെ ഉണ്ടാക്കൂലേ, ഇപ്പോൾ ഏത്തക്കായ ആണെന്നുണ്ടെങ്കിൽ നെയ്യിൽ റോസ്റ്റ് ചെയ്യാണ്ട് ചുമ്മാ പുഴുങ്ങി അരച്ചു കൊടുത്താൽ അവൻ കഴിക്കില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർമുല മിൽക്കില്ലേ, അത് കുറച്ചെടുത്തിട്ട് അത് ഈ കുറുക്ക് അരച്ച് കഴിയുമ്പോൾ അത് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പം ഫോർമുല മിൽക്കിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം ചിലപ്പോൾ പിള്ളേർ കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഫോർമുല മിൽക്ക് കുടിക്കത്തില്ലാത്ത പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്താൽ കഴിക്കുമായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ കൊടുക്കുന്നുണ്ട്, അവനത് ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ക്ലൈഡുട്ടിൻ്റെ ഒരു ഫുഡ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം മുട്ട, ഇറച്ചി അതൊക്കെ കൊടുത്തു തുടങ്ങും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവൻ ഇടയ്ക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. ഇഡ്ഡലി, കപ്പയൊക്കെ അവന് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി എരിവില്ലാത്ത എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. ഇനിയിപ്പം ഒരു തവണ ഞാൻ മുട്ട കൊടുത്തു നോക്കി, പക്ഷെ അതിപ്പോഴേ കൊടുത്താൽ ചിലപ്പോൾ ദഹിക്കാനായിട്ട് പാടല്ലേ, കാരണം ഇപ്പം ഞാനത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ പതിയെ ഫിഷൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയിപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ഫുഡൊക്കെ വേറെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. പുതിയ വീഡിയോയിലാണ്. ബൈ.